ഒരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയുമാണ്. ഒരു ഭാഗത്ത് ഈ ഹാളിൻ്റെ ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ചിരുന്ന് കൂട്ടിക്കരയുന്ന കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇവിടെ എത്തിയത് മുതൽ അവരുടെ കണ്ണുനീരൊന്ന് നിയന്ത്രിക്കാൻ പോലും, അവരുടെ വീങ്ങിപ്പൊട്ടുന്ന സങ്കടം ഒന്ന് നിയന്ത്രിക്കാൻ പോലും ഇതുവരെ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള അത്രയേറെ ആത്മബന്ധമുണ്ടായിരുന്ന, അത്രയേറെ ഇടപഴകിയിരുന്ന, അത്രയേറെ തങ്ങൾക്കൊപ്പം കളിച്ച് വളർന്നിരുന്ന 4 പേർ, 4 സുഹൃത്തുക്കൾ, ഞങ്ങളുടെ 4 സഹോദരങ്ങൾ ഒരുമിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ അതിൻ്റെ ആ വേദനയിൽ നിന്ന് അവർക്ക് ഇതുവരെ അതിൽ നിന്ന് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി എത്ര ദിവസങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ എത്ര നാളുകൾ കൊണ്ടോ അതിൽ നിന്ന് അവർക്ക് മോചിതരാകാൻ കഴിയുമോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം അത്രയേറെ അവരുടെ ഈ 4 പേരുടെ ഇരിപ്പിടങ്ങളും ഇനി കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാലയത്തിലെ ക്ലാസ് മുറികളിൽ ഇനി ഒഴിഞ്ഞു കിടക്കുമെന്നുള്ളതാണ്. ആ 4 വിദ്യാർത്ഥികളുടെയും ഒരുമിച്ച് തന്നെ ക്ലാസ്സിലും യാത്രകളിലും ഉടനീളം സഞ്ചരിച്ചിരുന്ന 4 പേരുടെ ഈ ഇരിപ്പിടങ്ങൾ ഇനി അവിടെ ഇനി ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ശൂന്യതയെ ഇനി എങ്ങനെ ഇവർ മറികടക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയാത്തത്. ഇന്നലെ നമ്മൾ അജ്നമോളോട് ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്നമോളോട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴടക്കം അവർ സംസാരിച്ചിരുന്നത് പരീക്ഷയെക്കുറിച്ചും അവരുടെ സൗഹൃദത്തെക്കുറിച്ചുമായിരുന്നു. പരീക്ഷ വളരെ എളുപ്പമാണ്, നമ്മളെല്ലാ പരീക്ഷകളിലും ജയിക്കും, അത്രയധികം ആ എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമടക്കം പരസ്പരം പങ്കിട്ട് കടകളിൽ കയറി ആ ഐസ്ക്രീം വാങ്ങി അത് ഭക്ഷിച്ച് അത്തരത്തിൽ വളരെ ആഹ്ലാദത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിയ 4 പേരായിരുന്നു. ഒരിക്കലും നനച്ചിരിക്കാതെയാണ് ആ ഒരു ദുരന്തം അവരുടെ മേൽ വന്ന് പതിക്കുന്നത്. റോഡിൻ്റെ അശാസ്ത്രീയത മൂലമാണെങ്കിലും മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും, പക്ഷേ അതിന് ഇരയാകേണ്ടി വന്നത് 4 സാധാരണക്കാരായ 4 കുടുംബങ്ങളുടെ 4 പ്രതീക്ഷകളായിരുന്നു എന്നുള്ളതാണ്. 4 പെൺകുട്ടികളാണ് ഒരുമിച്ച് നഷ്ടമായത്. അവർ തിരിച്ചു വരുമ്പോഴടക്കം അവരുടെ പുസ്തകങ്ങളും പരീക്ഷയ്ക്ക് അവർ ഉപയോഗിച്ചിരുന്ന പരീക്ഷ പാഡുകളടക്കം പരസ്പരം കൈമാറിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ബേഗുകളടക്കം പരസ്പരം ചുമലിലേറ്റിക്കൊണ്ട് അത്തരത്തിൽ സൗഹൃദം പങ്കിട്ടായിരുന്നു അവർ നടന്നു വന്നിരുന്നത്. അവരുടെ CCTV ദൃശ്യങ്ങൾ, അവസാനമായി പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും 4 പേരും ഒരുമിച്ച് ഒരുപോലെ ഒരു നേരം കൊണ്ടാണ് അവർ നടന്നു നീങ്ങിയിരുന്നത്. പക്ഷേ തൊട്ട് 1 മിനിറ്റ് അപ്പുറത്തേക്ക് അവരെ കാത്തിരിക്കുന്ന അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ അജ്നമോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്നൊരു വാഹനം, ഒരു ലോറി പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ഇവരുടെ മേൽ പതിച്ച സിമെൻറ്റ് ലോറിയുടെ ഡ്രൈവറിൻ്റെ ക്യാബിൻ്റെ ഭാഗത്ത് തട്ടിയാണ് ഇവരെ മുകളിലേക്ക് ഇത് മറിയുന്നത്. എങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടതെന്ന് പോലും ഇപ്പോഴും അജ്നമോൾക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും അത്ഭുതകരമായിട്ടാണ് ആ കുട്ടി ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ തൊട്ടടുത്ത് തെന്നി മാറിയാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മാത്രമല്ല ഒരു മാതാവിൻ്റെ ഇതിൽ ആ അപകടത്തിൽ മരിച്ച ഇർഫാനിയുടെ മാതാവിൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു അത്തരമൊരു ദുരന്തം ഉണ്ടായത് എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട്. ഇന്നലെ സ്കൂളിൽ വിട്ട് മടങ്ങി വരുമ്പോൾ ഞാൻ അവിടെ എത്താമെന്നും അവിടെ നിന്ന് നമുക്ക് ആശുപത്രിയിൽ പോകാമെന്നും ഉമ്മയും മകളും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് അവസാനം ആ മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ഇർഫാനയുടെ ഉമ്മ പനയംപാടത്തേക്ക് എത്തിയത്. അത്തരത്തിൽ ആ മോളെ കണ്ട് മോളുടെ അടുക്കലേക്ക് ഉമ്മ നടന്നടക്കുമ്പോഴാണ് പിന്നീട് ഒരു ദുരന്തമായി ആ ലോറി ആ 4 മക്കളുടെയും മുകളിലേക്ക് പതിക്കുന്നത്. നിസ്സഹായമായി നോക്കി നിൽക്കാനല്ലാതെ അലറി വിളിച്ച് കരയാനുള്ള ഒന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ ഉമ്മയും എത്തി. പിന്നീട് ഏറെ സമയമെടുത്താണ് ആ മകളുടെ ഇർഫാനയുടെ മൃതദേഹം ഏറ്റവും അവസാനം അതിൽ നിന്ന് പുറത്തെടുക്കാൻ അവിടെയുള്ള നാട്ടുകാർക്ക് പോലും സാധിച്ചത്. അത്രയധികം